ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആര്യനും മിത്രയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു കിട്ടിയ ഈ സ്വർണം തിരിച്ച് മിത്രയുടെ വീട്ടിൽ തന്നെ കൊടുക്കണം എന്നുള്ള വാശിയിലാണ് ആര്യനോട് ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ഈ സ്വർണം ഇന്ന് തന്നെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുകയാണ് മിത്ര. അപ്പം ആര്യൻ പറയും, എന്നാൽ ശരി, ഞാൻ പോവുകയാണ്, നീ ഈ സ്വർണം കൊണ്ടുകൊടുത്തേക്ക് എന്ന്. അപ്പോൾ മിത്ര പറയും, ശരി ആര്യൻ പേടിക്കേണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പൊക്കോളും, ആര്യൻ ബാങ്കിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്, ആര്യൻ പൊക്കോളും. പക്ഷേ മിത്ര ശരിക്ക് മനസ്സിൽ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവളുടെ പ്ലാനുകൾ വേറെ ചിലതാണ്. ഇതേ സമയം ധർമ്മൻ കൃഷ്ണമംഗലത്തെ ആലോചനയിലാണ്. അച്യുതേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അലോകും അനുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സംശയത്തിലാണ് ധർമ്മൻ ഇരിക്കുന്നത്. അപ്പോൾ അതേസമയം അനു അവിടെ ജോലി ചെയ്യുന്നത് കാണും. അപ്പോൾ ധർമ്മൻ പറയും, അനുമോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട്. അപ്പോൾ പറയും മാമ, എന്താണെന്ന് വെച്ച് ചോദിച്ചോളൂ. നീ ഇവിടെ ഹാപ്പി അല്ലേ? ഞാനിവിടെ സന്തോഷത്തിലാണല്ലോ, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ, എനിക്കിവിടെ സന്തോഷമാണ് മാമ. എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഒന്നുമില്ല, നീയും അലോകും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാനും അലോകും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ? യാതൊരു പ്രശ്നങ്ങളോ ഇല്ല, ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് എന്ന് പറയുകയാണ്. അപ്പോഴാണ് അലോക് വരുന്നത്. അപ്പോൾ അലോകിനെ കണ്ടതോടുകൂടി അനു അലോകിൻ്റെ കൈയൊക്കെ ചുറ്റിപ്പിടിച്ചിട്ട് എന്ന് പറയും, ഞാനും അലോകും വളരെ സ്നേഹത്തിലാണ് കഴിയുന്നത്. മാമൻ എന്താ, ഇന്നാളെ എനിക്ക് കുറച്ച് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ 1,00,000 രൂപയുടെ ഡ്രസ്സാണ് അലോക് എനിക്ക് വാങ്ങിക്കൊടുന്നത്. ചുരിദാർ എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ചുരിദാറും എടുത്തു കൊണ്ടുവരും. ഇപ്പോൾ അലോകിൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നത് ഞാനാണ്. 1,00,000 രൂപയ്ക്കാണ് ഇന്നാളെ എനിക്ക് ഡ്രസ്സ് അലോക് മേടിച്ച് തന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ എന്ത് പരാതി, ഒരു പരിഭവവും ഇല്ല, ഒന്നുമില്ല, വളരെ സ്നേഹത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് എന്ന് പറയും. അപ്പോൾ ധർമ്മൻ പറയും, ശരി, കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് കഴിഞ്ഞാൽ മതി, ഒരു ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ധർമ്മൻ പറയും. അപ്പോൾ അതേ സമയത്ത് മുത്തശ്ശി അതിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതേ മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക് മാമൻ എന്ന് പറഞ്ഞ് മുത്തശ്ശീനെ പിടിച്ചു കൊടുന്ന് നിർത്തും. എന്നിട്ട് അനു ചോദിക്കും, മുത്തശ്ശി, ഞാനും അലോകും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളെങ്ങനെ കഴിയുന്നതെന്ന് മുത്തശ്ശി ഒന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പോൾ മുത്തശ്ശി പറയും, ഞാൻ പറയുന്നൊന്നുമില്ല, എന്നിട്ട് വേണം ധർമ്മൻ്റെ കണ്ണ് പെടാൻ വേണ്ടിയിട്ട്. ധർമ്മൻ്റെ കണ്ണ് പെട്ടാലോ ഒരു കുഴപ്പമില്ല, നിങ്ങൾ നല്ല സന്തോഷത്തിലാണ് കഴിയുന്നത്. അപ്പം അനു പറയും, ഇപ്പം കേട്ടില്ലേ മാമ, കണ്ട മുത്തശ്ശിയുടെ വായ കൊണ്ട് തന്നെ കേട്ടില്ലേ, ഞങ്ങൾ തമ്മിൽ സന്തോഷത്തിലാണ് കഴിയുന്നതെന്ന്. ഇപ്പം മാമൻ ആശ്വാസമായില്ലേന്ന്. അപ്പോൾ കൂട്ടത്തിൽ ധർമ്മൻ ചോദിക്കുക, എന്താടാ നിൻ്റെ മുഖത്തൊരു വിഷമം പോലെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതൊന്നുമില്ല മാമ. അലോകിന് ദേഷ്യമാണ്, സങ്കടമൊന്നുമല്ല, ദേഷ്യമാണ്. അലോക് ഇന്നലെ ഒരു സിനിമയ്ക്ക് പോകാൻ വിളിച്ചിരുന്നു, ഞാൻ പോവാത്തതിൻ്റെ വിഷമമാണ് എന്ന് പറയും. അത് മോളെന്ന സിനിമയ്ക്ക് നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോവും. പിന്നെ നമ്മുടെ മുത്തശ്ശിയും ധർമ്മനും കൂടി സംസാരിക്കുക, ഞാൻ ഗോമതിയെ കണ്ടിരുന്നു, അവൾ വളരെ വിഷമത്തിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ധർമ്മം പറയാൻ പോയി, നമുക്ക് വേറെ വല്ലതൊന്നും സംസാരിക്കാം, ഇതൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് പോവുകയാണ്. അപ്പം മുത്തശ്ശിക്ക് നല്ല വിഷമാവുണ്ട്, എന്ത് പറഞ്ഞിട്ടാണ് ഗോമതിയെ ആശ്വസിപ്പിക്കുക എന്നാലോചിച്ചിട്ട്. പിന്നെ നമ്മുടെ മിത്ര മീനുവിൻ്റെ ഓഫീസിൽ മിത്രയെ കാണാൻ ചെന്നിരിക്കുകയാണ്. അപ്പോൾ മീനു ചോദിക്കും, നീ എന്താ ഇവിടെ, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വന്നതാണോ, എന്താ കാര്യം? അതൊന്നുമില്ല ചേച്ചി, ഞാൻ എൻ്റെ ചേച്ചിയെ ഒന്ന് കാണാൻ എനിക്ക് ചേച്ചിയെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടൊന്ന് വന്നതാണ്. അപ്പോൾ മീനു പറയും, അങ്ങനെയല്ലല്ലോ മിത്രേ, എന്തോ ഒരു കാര്യം നിനക്ക് സാധിക്കാനുണ്ട്, അതല്ലേ ഈ വന്നത്? അതോ, എന്താ കാര്യമെന്ന് വെച്ചാൽ, പണ്ട് എൻ്റെ സ്വർണം പോയിരുന്നില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്, അത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട് എനിക്ക് ആ സ്വർണം തിരിച്ചു കിട്ടി. എന്നിട്ട് മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്ത കഥയൊക്കെ മിത്ര മീനുവിനോട് പറയും. എന്നിട്ട് ആ സ്വർണവും എടുത്ത് കാണിച്ചു കൊടുക്കും. ദേ നോക്ക് ചേച്ചി, ഇത്രയും സ്വർണ്ണമാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്, മുഴുവൻ കിട്ടിയില്ലെങ്കിലും കുറേയൊക്കെ കിട്ടിയെന്ന്. ഇത് ഏകദേശം 25 പവനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പണയം വെച്ചിട്ട് ആര്യന് പൈസ കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്, ഏജൻസി തുടങ്ങാൻ. പക്ഷേ ആര്യൻ സമ്മതിക്കുന്നില്ല, ആര്യൻ കൃഷ്ണമംഗലത്ത് കൊണ്ടു കൊടുക്കാനാണ് പറയുന്നത്. പക്ഷേ ആര്യൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായല്ലോ. പക്ഷേ ആര്യൻ ഇങ്ങനെ ഇത്രയും സ്വർണം മുന്നിൽ വന്നിട്ട് പോലും ആര്യൻ്റെ കണ്ണൊന്ന് ഭ്രമിക്കുക പോലും ചെയ്തില്ല. അത് കണ്ടിട്ട് എനിക്ക് അത്ഭുതമായി ചേച്ചി. അപ്പോൾ എന്തായാലും എനിക്ക് ഇത് പണയം വെച്ചിട്ട് ആര്യന് പൈസ കൊടുക്കണം. പിന്നെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ആര്യം വാങ്ങില്ല, അതുകൊണ്ട് ചേച്ചി PF ലോൺ എടുത്തിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ആര്യന് 10 ലക്ഷം രൂപ കൊടുക്കണം എന്ന്. അപ്പോൾ മീനു പറയും, അതൊക്കെ പ്രശ്നമാവില്ല,
എങ്ങാനും ആരെ യാഥാർത്ഥ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കണം മിത്രയുടെ അടുത്ത്. അപ്പം മിത്ര പറയും, ഇല്ല ചേച്ചി, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അതുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്, ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അവരവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലോട്ട് ദേവമംഗലത്തോട്ട് വരുന്ന ബാലനെയാണ് കാണുന്നത്. ബാലൻ ഭക്ഷണം എടുക്കാൻ പറഞ്ഞിട്ടും ഗോമതി ഭക്ഷണമൊന്നും എടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി ഗോമതി, നിനക്ക് എന്താ പ്രശ്നം? ഗോമതി പറയും, ഞാൻ ഉച്ചയ്ക്കൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ ഒരു ദുസ്വപ്നമാണ് കണ്ടത്. അത് കണ്ടതിന് ശേഷം എനിക്കൊരു സുഖമില്ല, ഞാൻ എന്ത് സ്വപ്നം കണ്ടാലും അതെങ്ങനെയെങ്കിലുമൊക്കെ ഫലിക്കാറുണ്ട്, ആ ഒരു ടെൻഷനിലാണ് ഞാൻ എന്ന്. അപ്പോൾ ബാലൻ പറയും, നീ അനുവിൻ്റെ കാര്യം ധർമ്മൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് കിടന്നിട്ടായിരിക്കും, അതൊന്നും ഫലിക്കില്ല. അപ്പോൾ അത് ഗോമതി പറയും, മീനേനെ മിത്രേനെയൊക്കെ ഒന്ന് വിളിക്കണം, മീനുവിനെ മിത്രേനെയൊക്കെ ഒന്ന് വിളിക്കണം. നിനക്ക് വട്ടുണ്ടോ ഗോമതി, പിള്ളേരെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാൻ, നീ പോയിട്ട് ഭക്ഷണം എടുത്തു കൊണ്ടുപോയാൽ അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ബാലൻ സമാധാനിപ്പിക്കുകയാണ് ഗോമതിയെ. അപ്പോൾ ഗോമതി, ശരി, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലേ ബാലേട്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് തിരിച്ച്. ഒന്നും ഉണ്ടാവില്ലടോ, താൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, ഞാനുണ്ടല്ലോ കൂടെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഗോമതിക്ക് ടെൻഷൻ മാറുന്നില്ല. ഗോമതി പറയുകയാണ്, എന്താണെന്നറിയില്ല, മനസ്സിനൊരു സുഖമില്ല, ബാലേട്ടൻ ഇങ്ങനെ ധൈര്യം തരുന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ഒരു ധൈര്യം കിട്ടുന്നില്ല എന്ന് പറയുകയാണ് ഗോമതി. പിന്നെ നമ്മുടെ സ്വർണം പണയം വയ്ക്കാൻ വേണ്ടി ഒരു കടയിലോട്ട്, ഒരു പലിശ സ്ഥാപനത്തിലോട്ട് പോവുകയാണ് മിത്ര. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 25 പവൻ സ്വർണ്ണമുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ സ്വർണത്തിൻ്റെ മാറ്റും വെയിറ്റൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി, അവിടുത്തെ സ്റ്റാഫ് സ്വർണം വാങ്ങിച്ചിട്ട് നോക്കണം. അപ്പോൾ മിത്ര പറയും, എനിക്ക് 25 പവനുണ്ട്, എനിക്ക് 10 ലക്ഷം രൂപയുടെ അടുത്ത് വേണം എന്ന്, 10 ലക്ഷം രൂപ വേണം. ഓക്കെ മാഡം, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് നോക്കാൻ കൊണ്ടുപോകും. ഇതേ സമയം ആ ഷോപ്പിൽ നമ്മുടെ അച്യുതനും വന്നിട്ടുണ്ട്. അച്യുതൻ ആ ഷോപ്പിൻ്റെ, അതായത് ആ ഫിനാൻസിൻ്റെ മുതലാളിയായിട്ട് ഒരു ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്യുതന് ഇവരായിട്ട്, അതായത് ഇവർ കുറേ ബിസിനസ്സും ചെയ്യാൻ അച്യുതനെ മുന്നേ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ ആ ഫിനാൻസിൻ്റെ മുതലാളി അച്യുതനെ മുന്നേ അപ്രോച്ച് ചെയ്തിട്ട് അച്യുതൻ വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. ഇപ്പോൾ അച്യുതൻ താല്പര്യം കാണിച്ച് വന്ന സമയത്താണ് ഇതൊന്നും അറിയാണ്ട് മിത്ര അവിടേക്ക് സ്വർണ്ണമായിട്ട് വന്നിട്ടുള്ളത്. അച്യുതൻ ആ മുതലാളിയോട് പറയുന്നത് ഇങ്ങനെയാണ്, സ്വർണ്ണമാകുമ്പോൾ ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ നല്ല വില കൂടിയല്ലോ, അപ്പം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇതിലോട്ട് ഇറങ്ങിയാലോ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു കട നോക്കുന്നുണ്ട് ധർമ്മന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ധർമ്മൻ ഇവൻ്റെ ബാലൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി. ബാലൻ്റെ സ്വഭാവമൊക്കെ മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അവൻ്റെ അടുത്ത്, അവനിപ്പോഴാണത് മനസ്സിലായത്. അപ്പോൾ അവനിനി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് നോക്കുന്നുണ്ട്, വല്ല ഷോപ്പും അറിയുമെങ്കിൽ പറയണം കേട്ടോ എന്നൊക്കെ അയാളോട് പറയും. അപ്പോൾ ശരി എന്ന് പറയും. ഇതേ സമയത്താണ് മിത്രയെ ധർമ്മൻ അവിടെ കാണുന്നത്, മിത്രയെ അച്യുതൻ കാണുന്നത്. അച്യുതനെ മിത്ര കാണുന്നില്ല. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് അച്യുതൻ ചോദിക്കും, അത് ആരാണ്? അപ്പോൾ പറയും, അത് ഇവിടെ സ്വർണം പണയം വയ്ക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അച്യുതൻ പറയുന്ന, ആ സ്വർണ്ണം ഒന്ന് എടുത്തു എനിക്ക് കൊടുന്ന് കാണിച്ചു തരുമോ? അപ്പോൾ ആ സ്റ്റാഫ് സ്വർണം എടുത്തു കൊടുന്ന് കാണിക്കുമ്പോൾ അച്യുതൻ പറയും, ഇത് എൻ്റെ വീട്ടിലെ സ്വർണ്ണമാണ്, എൻ്റെ ഏട്ടൻ്റെ സ്വർണ്ണമാണ്, ഇതിപ്പോൾ ദൈവമായിട്ടാണ് എൻ്റെ കയ്യിൽ കൊടുന്ന് എത്തിച്ചത് എന്നൊക്കെ പറയണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ അവർക്ക് പൈസ കൊടുക്കരുത്, പൈസ വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കണം, അപ്പോഴത്തേക്കും ഒരു മാർഗ്ഗം ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞ പോലെ സ്റ്റാഫ് അവിടെ പോയിട്ട് പറയും, മാഡം 10 ലക്ഷം രൂപ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബാലൻസ് ഇല്ല, കട തുറന്നിട്ടല്ലോ, ഫിനാൻസ് തുറന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും കിട്ടുള്ളൂ. അപ്പം മിത്ര പറയും, എന്നാൽ എനിക്കിവിടെ വെക്കേണ്ട, ഞാൻ വേറെ കടയിലേക്ക്, വേറെ ഫിനാൻസിലേക്ക് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ മാനേജർ വന്നിട്ട് പറയും, ഒന്നൊരു പേടിയും പേടിക്കേണ്ട മാഡം, നിങ്ങളുടെ സ്വർണ്ണവും അതിൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വേണ്ടതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, മാഡം വൈകുന്നേരം വന്നിട്ട് പൈസ വാങ്ങിയാൽ മതി, ഇതൊരു രജിസ്റ്റേർഡ് സ്ഥാപനമാണ്, യാതൊരുവിധ കാരണവശാലും മാഡത്തിൻ്റെ സ്വർണ്ണമൊന്നും കൈവശം വരില്ല. അപ്പോൾ ആ വിശ്വാസത്തിൽ മിത്ര അവിടെ നിന്ന് പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ സാന്ത്വനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്